കുറേ ദിവസമായില്ലേ നമ്മുടെ അമ്മ വന്നിട്ട്. അപ്പം അമ്മയും ഏട്ടൻ്റെ കുട്ടിമാടുണ്ട് കേട്ടോ. അപ്പം നമ്മളില്ലേ റാവുത്തർ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു, പാലക്കാട് സ്റ്റൈലിൽ കേട്ടോ. പക്ഷെ അപ്പോഴേക്ക് നേരം വൈകി. ഇതാ നമ്മൾ ചിക്കനൊക്കെ കണ്ടോ, ചിക്കനൊക്കെ മസാലയൊക്കെ വെച്ച് ഇതാ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി അരി കഴുകി കുതിർത്ത് വെച്ചതാണേ, അതിട്ട് കൊടുക്കണ്ടേ. ഇത് കുക്കറിൽ ഉണ്ടാക്കുകയെന്ന് പറഞ്ഞു വെച്ചാലില്ലേ വേഗമാവും. നമ്മളത് 2.5 കിലോനോളം അരിയുണ്ട് കേട്ടോ. കുട്ടികൾക്ക് 2 നേരം കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടേ. പിന്നെ നമ്മളിപ്പോൾ ബിരിയാണി ഉണ്ടാക്കിയിട്ട് കുറേ ആയില്ലേ, അപ്പം അതുകൊണ്ട് കുട്ടികൾ സ്കൂളില്ലാതിരിക്കല്ലേ. നമ്മുടെ വിശേഷങ്ങളൊക്കെ പറയും. പണിയുണ്ട് നല്ല എങ്ങനെയുണ്ട് പണിയൊക്കെ ഉണ്ടോയെന്ന്? പണിയൊക്കെ കമ്മിയാണ് കേട്ടോ. അപ്പം അങ്ങനെ ഏട്ടൻ്റെ കടയിലുണ്ടാവും അമ്മ. അപ്പോൾ ഞാൻ വിചാരിച്ചു അമ്മ കുറച്ച് ദിവസം ഇവിടെ വന്ന് വിരുന്ന് നിന്നിട്ടുണ്ടെങ്കിൽ. എവിടെ അമ്മ വിരുന്നൊന്നും നിൽക്കില്ല. 2 ദിവസം വന്ന് നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. വിറകില്ലേ, വിറകൊക്കെ ശരിയാക്കാം. അല്ലെങ്കിൽ ഈ അമ്മമാരില്ലേ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് നല്ലൊരു കയ്യാക്കാം. വെള്ളം ഒഴിച്ച് കൊടുക്കണ്ടേ. ഞങ്ങൾ ഇന്നലത്തെ മീൻകറി ഉണ്ട്. അപ്പോൾ വിചാരിച്ചു എന്നാൽ ഉച്ചയുമ്പോൾ പപ്പടം കാച്ചിട്ട് ഞങ്ങൾ പണിയൊക്കെ ഒരുക്കിയിട്ട് ഇങ്ങനെ ഇരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കാണ് അമ്മ വരുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അമ്മ വരുന്നുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ എപ്പോഴെങ്കിലൊക്കെ വരുമ്പോൾ ഒരു സ്പെഷ്യൽ എന്തെങ്കിലും വേണ്ടേ. ഏട്ടൻ്റെ കുട്ടിയും കൂടി ഉള്ളത് കൊണ്ടാട്ടോ. അമ്മയെന്ന് പറഞ്ഞു വെച്ചാൽ അമ്മയ്ക്ക് ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അമ്മ അറിയാം എനിക്ക് കുറച്ച് മോര് തന്നാൽ, ഒരു ഉണക്കമീൻ തന്നാൽ അതാണ് പറയുക നമ്മുടെ പറച്ചിൽ. അമ്മയ്ക്ക് അത് മതി. ഉപ്പ്, അരിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിന് ഇട്ട് കൊടുക്കണ്ടേ. കളർ നോക്കിയേക്ക്. ഞങ്ങളിത് കഴിക്കാൻ വേണ്ടി പാലക്കാടിൽ പോവാറുണ്ട് കേട്ടോ. ഈ ബിരിയാണി കഴിക്കാൻ ഇതിനൊരു കായച്ചാറും കൂടി കിട്ടും. നല്ലൊരു ടേസ്റ്റാണ് കായച്ചാറ് കൂട്ടിയിട്ട് കഴിക്കാൻ. അമ്മു സാലഡിന് നുറുക്കിയിട്ടേ തൈര് കുറച്ച് നാരങ്ങ നീരും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇന്ന് വെള്ളിയാഴ്ചയില്ലല്ലോ, പള്ളിയിൽ നിന്ന് വാങ്ങി കൊടുക്കുന്ന ഇല്ല. ഒഴിച്ചു കൊടുത്തു കേട്ടോ. സുകന്യ ഇത്ര നേരം ഉണ്ടായിരുന്നു. അപ്പോൾ അവൾ കുളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവൾ പോയതാണ്. ഉണ്ടോ? അപ്പം അതന്നെ ഞാൻ പറയാം, ഉപ്പൊന്നും ഇട്ടിട്ടുണ്ടാവില്ല. അമ്മമ്മേനെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും മടിയാ. ഇത്ര വേണോ? അമ്മയ്ക്ക് ഉപ്പ് കമ്മി കേട്ടോ. അമ്മക്കാണോ എന്ന് വെച്ചാൽ ഉപ്പ് വേണേ. ഉപ്പ് കുറച്ച് വേണം. നാളെ കുറച്ച് രസമുണ്ടാക്കാം. അമ്മ എന്തോ ഉണ്ടാക്കുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ അമ്മ എന്താ ഉണ്ടാക്കുന്ന പറഞ്ഞു. സാലഡ് ഉണ്ടാക്കി കഴിഞ്ഞു. അമ്മ മരുമകനില്ലേ കുറച്ച് ചിക്കൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പനിയേട്ടനാണോ എന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് വർക്കൗട്ടിന് പോകുമ്പോൾ കുറച്ച് ഡയറ്റിലാണ്. പനിയേട്ടന് ചിക്കൻ ഇതുപോലെ പറ്റില്ലല്ലോ, ബിരിയാണി ഒന്നും കഴിക്കുന്നില്ല. അതാണ് കുറച്ച് ചോറ് കണ്ടോ, ഒരു പിടി ചോറ് എടുത്തേക്കും. അപ്പോൾ ഇവിടെ ഉള്ള സമയത്തല്ലേ പറ്റുള്ളൂ. പുറത്തേക്കൊക്കെ പോവുകയാണെന്ന് പറഞ്ഞു വെച്ചാൽ അല്ലെങ്കിൽ പണിക്ക് പോകാൻ നടക്കില്ലല്ലോ അല്ലേ സുകന്യെ. അപ്പം ഞങ്ങൾ അപ്പം എന്ത് ചെയ്യും എന്നറിയോ, അപ്പോൾ അനിയേട്ടൻ വെറുതെ ഈ ഫ്രൂട്ട്സൊക്കെ കഴിച്ചിട്ട് അനിയേട്ടൻ അവിടെ നിൽക്കും കേട്ടോ. അതാ നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കട്ടെ. എൻ്റെ അച്ചുട്ടിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ബിരിയാണി കേട്ടോ അത്. അച്ചുവിൻ്റെ ഫേവറേറ്റ് ബിരിയാണി എന്ന് പറയുന്നത് റാവുത്തർ ബിരിയാണി. ഞാൻ ഉണ്ടാക്കാത്തതിനൊക്കെ പറയും, ഇടയ്ക്കിടയ്ക്ക് പറയും അമ്മ ഒന്നും ഉണ്ടാക്കി തരുന്നില്ല, അമ്മ ഒന്നും ഉണ്ടാക്കി തരും. ഞാൻ ഉണ്ടാക്കുന്ന പോലെ ആരുണ്ടാക്കുക? അമ്മതാണ്ടോ? ഞാൻ സുകന്യൊക്കെ കഴിക്കൂട്ടോ. എന്താ നമ്മുടെ അടുക്കള മൊത്തം ഫുൾ പാത്രങ്ങൾ നിറഞ്ഞു. ആര്? അതെ, ഇത് ചന്തയിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരുന്ന ഉള്ളിയാണേ. ചന്തയിൽ നിന്ന് കൊണ്ടുവരുന്ന വലിയ ഉള്ളി കാണണം അമ്മ. ചിലപ്പോൾ നല്ല ഉള്ളിയാവും, ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഫുള്ളൊന്ന്. ഞങ്ങൾ ഇങ്ങനെ എന്നിട്ട് പറയേ ചന്തയിൽ നിന്ന് പച്ചക്കറി വാങ്ങേണ്ട സതിയേട്ടാ, നമുക്ക് ഇതിനെ ചൊവ്വാഴ്ചക്കാരൻ വരുന്നുണ്ട് അയാളുടെ അടുത്ത്. ഇത് കടയിൽ നിന്ന് കൊടുക്കണ പൈസ വേണേ. ഇവിടെ പച്ചക്കറി വാങ്ങുമ്പോൾ കടയിൽ കൊടുക്കണ പൈസ കൊടുത്തിട്ട് പച്ചക്കറി വാങ്ങും. എന്നിട്ട് അതാണെങ്കിൽ ചില ദിവസം ഈ മഴ പെയ്ത സമയത്തൊന്നും വാങ്ങാതിരിക്കുക നല്ലത്. ഇനി മഴക്കാലം വന്നു കഴിഞ്ഞല്ലേ ചന്തയിൽ നിന്ന് വാങ്ങിയ ആ പച്ചക്കറി അളിക്കും. ഒരു നാരങ്ങ കിട്ടിയിട്ടുണ്ട്.
ആ പാലവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളച്ചോറോ? വെള്ളച്ചോറല്ല, അത് ഇന്നലത്തെ മുളക് ചാറ്. അത് ഇരുന്ന് ഇതിൻ്റെ അടുപ്പിലേ വെള്ളം ചുക്കുവെള്ളം ആയില്ലേ. ഇനിയിപ്പോൾ അടുപ്പിൽ കടന്ന് കുറുകിയിട്ട് വരട്ടേന്ന്. ഒന്നും കൂടി വറ്റിച്ച് വെച്ചാൽ നാളേക്കും കൂടി ആയില്ലേന്ന്. ഗ്യാസിലൊന്നും വെച്ച് വറ്റിക്കരുത് കേട്ടോ. ഗ്യാസിലൊന്നും വെക്കില്ല, ആകെ കുടുങ്ങി പോകും. 45 ദിവസം കഴിഞ്ഞാൽ കയ്യിൽ നോക്കടി കൂടി. വേഗം ബുക്ക് ചെയ്തിട്ടൊന്നും കാര്യമില്ല. മുന്തിരി അവന് ഒന്നും കൂടി ഇതാവല്ലേ, ഒന്നും കൂടി ആവുമ്പോഴേക്ക് ശരിയല്ലേ. ഇപ്പോഴും നമ്മുടെ എന്ത് സുകന്യെ പാല് തിളച്ചു പോരുത് കേട്ടോ. പോയോ? ഒക്കെ തിളച്ചു പോയോ? എന്താ തിളച്ചു പോയി? പിരിഞ്ഞു പോയിന്നോ? പിരിയട്ടെ. ഇന്നത്തെ പാലും പിരിഞ്ഞു പോയി. അപ്പൊ ഈ എവിടെ വെക്കുന്നത്? ഇന്ന് എന്താ രാവിലെ കൊണ്ടുവന്ന് വെച്ചാലേ ചൂട് ഇവിടെ ഫ്രിഡ്ജിലില്ലല്ലോ. അപ്പൊ എന്തിനാ ഇവിടെ കൊണ്ട് നിൽക്കുന്നത്? ചായ വെക്കുമ്പോ അങ്ങോട്ട് കൊണ്ടുകൂടാനല്ലേ. അത് സാറില്ല, തൈര് ഉണ്ടാക്ക വൈകുന്നേരം നല്ല പിരിഞ്ഞോ. നമുക്ക് പണിയില്ലാണ്ട് ഇരിക്കണ്ട. എന്താ ഇപ്പൊ നിന്റെ റാവത്തർ ബിരിയാണിനെക്കാളും നിങ്ങൾക്ക് ചിലപ്പോ ഇഷ്ടം ഉണ്ടാവുക എന്ത്? ജീരകം 2 മണി കുരുമുളക്. ചിക്കനില് ജീരകം പമ്മല്ലേ ഞാൻ ഉണ്ടാക്കാട്ടോ പറഞ്ഞു. ഓ ശരി. ജീരകക്കോഴി കേട്ടോ അത്. ജീരകക്കോഴിയൊന്നും വേണ്ട. ജീരകക്കോഴിയൊന്നും വേണ്ട. അറിയാം ജീരകക്കോഴി നിങ്ങൾക്ക് എന്നും ഒരേന്ന്. ഇതാ ഇതിലെന്തൊക്കെ കൂട്ടി പറഞ്ഞു കൊടുക്കമ്മ? ഇതില് മഞ്ഞപ്പൊടി, വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയുള്ളിയും പച്ചമുളകും പാടെ ചതച്ച് എന്താ ഇനിയും ഉപ്പിട്ടതിൽ ഇത് ഞാനും ഉണ്ടാക്കി നോക്കട്ടെ. ഉപ്പെടുത്തേ എത്ര വേണം? നോക്കിക്കോ സുനെ, ശ്രദ്ധിച്ചോ. ഉപ്പ് കുറച്ച് വേണമ്മ. സുനെ ശ്രദ്ധിച്ച് നോക്കണേ. ഉപ്പാണ് തിന്നണത്. ചിക്കൻ മസാല വേണോ? വേണ്ട. ജീരകക്കോഴി അമ്മ എങ്ങനെയാണ് വെക്കുന്നത് പോലെ ജീരകക്കോഴി. ജീരകക്കോഴി അറിയുന്നത് അമ്മ ഇറച്ചി വേറെ രീതിയിൽ ഉണ്ടാക്കി തരാന്ന്. വായിക്ക് രുചിയായിട്ട് തിന്നാലേ പോരേന്ന്. പച്ചമുളകോ? ഇതാ 2 പച്ചമുളക്. കാണിക്ക് പറയുന്നത് തക്കാളി. എൻ്റെ ബിരിയാണി ആയിട്ടോ അതാ വേണ്ട കിടക്കുന്നത്. മുളക് പൊടിയോ? ഇനി നമ്മുടെ എന്താ ബിരിയാണിക്കില്ലേ ഏട്ടനാണെങ്കിലോ എന്താ എങ്ങനെ പറയാ, എരിവില്ലാത്ത ഒരു സംഭവം അവിടെ പറ്റില്ല. കുരുമുളക് ശരി കുറച്ചിട്ടുള്ളൂ. അമ്മയ്ക്കാണെങ്കിലോ അവിടെ എരിവേ വേണ്ടാത്ത ആൾക്കാരാട്ടോ. മല്ലിപ്പൊടി ഇത്ര മതിയോ? അതിന് ഇറച്ചി കുറച്ചല്ലോ കേട്ടോ. ചാത്തപ്പം കണ്ടോ? ജീരകവും കുരുമുളകും പാടെ നമ്മുടെ അമ്മൂട്ടി പൊടിക്കണു. സോനിയ നമുക്ക് പണിയില്ലാണ്ട് പണിയട്ടെ. പണി വേണ്ടാന്നോ? പണി വേണ്ടാന്ന്. മുന്തിരി എന്തിനാ അതിലിടാനാ? സാലഡ് ഉണ്ടാക്കുമ്പോഴേ കുറച്ച് മുന്തിരി അങ്ങോട്ട് ഇട്ടോളി. അതന്നെ മുറുക്കുന്ന വെച്ചത്. അപ്പൊ ഞാനതല്ലേ ഞാൻ പറയുന്ന കേട്ടോ.
ഞാനതല്ല അമ്മൂട്ടി, ഉപ്പ് പാകത്തിനാണ്, അത് അമ്മമ്മയുടെ അടുത്ത് പറഞ്ഞാണ്. അല്ലാതെ ഞാൻ കണ്ടമാനം ഉപ്പ് പാടില്ലേ. നമ്മുടെ കണ്ടോ ഞാൻ കൂടി കൊണ്ട് അവസാനം എങ്ങോട്ട് ആ പോവാന്ന് വിചാരിച്ചു നിൽക്ക്. അമ്മമ്മേനെയും കൊണ്ട് ഗുരുവായൂർ പോവാ പറഞ്ഞിട്ട് 3-4 മാസങ്ങളായി ഇതുവരെ അമ്മമ്മേനെയും കൊണ്ട് ഗുരുവായൂർ പോകാൻ പറ്റിയത്. ഇതാണ്ടോ മുളക് കറി ഉണ്ടോ. അപ്പം അത് ഞാൻ ഓ നിങ്ങൾ ഉണ്ടാക്കണതൊക്കെ അനിയത്തിന് നല്ല ഇഷ്ടമാണ്. അമ്മ നന്നായിട്ട് ഉണ്ടാക്കും പറയാനായിട്ട്. അപ്പം ഞാനാണെങ്കിൽ മോശക്കാരി, അത് നിങ്ങൾ ചിന്തിക്കണം ചേട്ടാ. അമ്മല്ലേ ആ അപ്പം അതന്നെ അതൊരു വ്യത്യസ്തം രുചിയാവുമല്ലോ അല്ലേ. സൂപ്പ് വയ്ക്കുമ്പോൾ നമ്മൾ ചെയ്യില്ലേ അല്ലേ. ചിക്കൻ മസാല വേണോ? വേണ്ട. 2 വിസിലുണ്ട് അടുപ്പിച്ചാൽ കുക്കറിലോ? അമ്മ ആ കുക്കറൊന്ന് എടുത്ത് കൊടുക്കാം അമ്മയ്ക്ക്. വിസിലടിച്ചിട്ട് അങ്ങനെ അതിൻ്റെ കയറി പോകണവരെ അപ്പോൾ പാകത്തിന് ഇനി നമ്മൾ ഇതിക്ക് ഒന്നും കൂട്ടില്ല അല്ലേ. വെള്ളം ഒഴിക്കണോ? ഒന്നും വേണ്ട, വെള്ളം വേണ്ട, വറ്റും വേണ്ട. 2 കറുവപ്പിൻ്റെ തുള്ളി എണ്ണയും വേണ്ടേ? കറുവപ്പിൻ്റെ എല്ലാം അടുത്ത വീട്ടിലാണ്. അതിനതാണ് പറഞ്ഞാൽ പോരെ. അടച്ചേക്കട്ടെ. അമ്മയ്ക്കേ താത്താൻ്റെ കൂടെ പോയിട്ടേ എല്ലാ കുക്കിങ്ങും അറിയാം കേട്ടോ. അമ്മ ജയിച്ചു വരും. എന്തേ ആ ഓട്സ് അല്ലടി അത് മുട്ടതാക്കിയതിൻ്റെ പോരെ. അപ്പോൾ നമുക്കിത് അടച്ച് അടുപ്പത്ത് വെക്കാം കേട്ടോ. 2 വിസിലാവുമ്പോഴേക്ക് ഇത് കഴിയില്ലേ? 1 വിസിൽ മതിയോ? അതുവരെ ഏട്ടാ ഉള്ളി ഒന്നും വേണ്ട അത്ര. ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, തക്കാളി, പിന്നെ കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കൂടുതൽ കുരുമുളക് പൊടി, ജീരകപ്പൊടി, കുറച്ച് വെളിച്ചെണ്ണ, ഉപ്പ്, പിന്നെ കറിവേപ്പിൻ്റെ ഇല. ഇത്ര മാത്രം മതി കേട്ടോ. ഇത് നല്ല തിരുമ്പുക, വെള്ളം ഒഴിക്കാതിരിക്കുക. എന്നിട്ട് നമ്മൾ എന്ത് കാട്ടുക, അതിൽ വെള്ളം ഉണ്ടാവും. അപ്പോൾ അത് 2 വിസിലങ്ങോട്ട് അടുപ്പിക്കുക. അപ്പം നമ്മുടെ ജീരകക്കോഴിയില്ലേ അത് റെഡിയാവും എന്ന് അമ്മ പറയുന്നില്ല. അപ്പം എന്താ ഇത് വേണോ? ഉള്ളിയില്ലേ കുട്ടികളും അങ്ങോട്ട് എടുക്കും കേട്ടോ സോനെ. എന്നിട്ട് അവർ കഴിക്കൂല. ലാസ്റ്റ് കഴിക്കാതിരിക്കുന്ന അവർക്കില്ലേ നമുക്ക് സാലഡ് ഉണ്ടാവില്ല. അതാ കേട്ടോ നമ്മുടെ ബിരിയാണി കണ്ടോ എന്താ എന്താ നല്ല ഒലഞ്ഞ് കിട്ടിയേ. എന്താ ഈ ബിരിയാണിയില്ലേ പ്രത്യേകിച്ചൊരു ടേസ്റ്റ് കേട്ടോ. നല്ല ടേസ്റ്റ്. കായകറിയും പച്ചക്കറിയൊന്നും ഇല്ല ബിരിയാണി. എന്തേ ബിരിയാണി മാത്രമേ ഉള്ളൂ ഉണ്ടാക്കിയിട്ട് എന്ന് പറയാം. ബിരിയാണി മാത്രമേ ഉള്ളൂ. കായച്ചാറൊന്നും ഉണ്ടാക്കില്ല കേട്ടോ. ഞാനൊരു ദിവസം കാണിച്ചു തരാം കേട്ടോ നമ്മുടെ ഇവിടുത്തെ കായച്ചാറ്. പക്ഷെ എല്ലാവർക്കും ബിരിയാണി ഇഷ്ടമായി. അപ്പം ഇനി ഇത് വൃത്തിയാക്കി എടുത്തേ കേട്ടോ. എന്താണ് അച്ചോട്ടനെ വിളിക്കുക? അച്ചോട്ടൻ വീഡിയോയിൽ വരണ്ട പറഞ്ഞിട്ടാണേ. ഇത് കഴിയുമ്പോഴേക്കും നമ്മുടെ അടുക്കള കണ്ടോ പൂരം കഴിഞ്ഞ പോലെ ആയിട്ടുണ്ട്. എന്താ അപ്പം ഇവിടെ വൃത്തിയാക്കാന്ന് പറഞ്ഞു കേട്ടോ. കുട്ടികൾ വൃത്തിയാക്കിക്കോളും. കോഴി നമ്മുടെ ചാത്തപ്പൻ ഇട്ട് കൊടുക്കട്ടെ കേട്ടാ. ചാത്തപ്പ ഇഷ്ടായോ? കുട്ടിക്ക് ഇഷ്ടായോ? ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഫുൾ വീഡിയോ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. എനിക്ക് ബിരിയാണികളിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടമുള്ള ബിരിയാണി ഇതാണ്. നമ്മൾ പാലക്കാട് പോകുമ്പോഴല്ലേ ഞാൻ ഏട്ടൻ്റെ അടുത്ത് ഈ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് എന്താ അവിടെ ഒരു കായച്ചാറൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല രസം. ചിലർ പറയും ഇത് എന്ത് ബിരിയാണിയാന്ന് പറയും. പക്ഷെ അതൊരു പ്രത്യേക ടേസ്റ്റ് അല്ലേ ഏട്ടാ. നല്ല ബിരിയാണിയാണ്. അപ്പോൾ ഏട്ടൻ്റെ മോൻ വരുമ്പോഴേ പറഞ്ഞതാ എന്താ അമ്മായിക്ക് ബിരിയാണി ഉണ്ടാക്കി തന്നെ കേട്ടോ. എന്നാൽ അതാവട്ടെ. ഇനി ഞങ്ങളല്ലേ 2ാമത്തെ അനിയൻ്റെ വീട്ടിലേക്ക് പോവുകയാണേ ഉണ്ണീനെ കാണാൻ വേണ്ടിയിട്ടേ. അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ കുട്ടീനെ പോയി കണ്ടിട്ട് വരട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ എന്താ ഇനി കുറച്ച് നേരം കൂടി കഴിയുമ്പോഴേക്കും നല്ല മഴക്കോളൊക്കെ വരുന്നുണ്ട്. ഇപ്പം നല്ല വെയിലുണ്ട്, മഴക്കോള് വരുന്നുണ്ട്. പിന്നെ ഇങ്ങനെ കുറച്ച് വറകുകളുണ്ട്. അപ്പോൾ അവിടെ പെറുക്കി വെച്ചിട്ട് അത് പോയി കൊണ്ടുവരണം.
ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു നമ്മുടെ ഇവിടെ. നിങ്ങളുടെ അവിടെ മഴ ഉണ്ടായിരുന്നോ? ഇന്നലെ കറണ്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കറണ്ട് ഇല്ലാണ്ട് കുറേ ഗതികെട്ടു രാത്രിയിലേ. കറണ്ട് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ ഈ വാർപ്പ് മറ്റേത് സൈഡിൽ കൂടെയൊക്കെ നമുക്ക് കാറ്റ് വരുമല്ലോ, എന്താ തറവാട്ടിലാവുമ്പോൾ. ഇവിടെ പറഞ്ഞാൽ ഇത് ജനലും വാതിലൊക്കെ അടച്ചിട്ട് കഴിഞ്ഞ് വെച്ചാൽ പുഴുകല്ലേ ഇരുന്നിട്ട്. ടെറസിൻ്റെ മുകളിലത്തെ ചൂടൊക്കെ താഴേക്ക് ഇറങ്ങിയിട്ടേ ഉറങ്ങാനൊരു സുഖേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അമ്മ പുറപ്പിട്ടേക്കണു. നമ്മൾ അത് ചെറിയൊരു വിശേഷമാണ്. അപ്പോൾ നാളെ കാണാം കേട്ടോ.